ചെവിയിലെ മൂളക്കം വല്ലാത്തൊരു ശല്യമായിട്ട് മാറിയിട്ടുണ്ടോ? അലർജി ഉള്ള ആളുകൾക്ക് ഈ ചെവിയിലെ മൂളക്കം വളരെ കോമൺ ആയിട്ട് ഇപ്പൊ കാണുന്നുണ്ട്. അപ്പൊ അത് പ്രധാനപ്പെട്ട കാരണം നമ്മളെ മൂക്കും ചെവിയും കണക്ട് ചെയ്തിട്ട് ഒരു ട്യൂബ് ഉണ്ട്. യൂസ്റ്റേക്കിയൻ ട്യൂബ് എന്നാണ് അതിനെ പറയാം. ഈ ട്യൂബ് അലർജി ഉള്ള ആളുകൾക്ക് എപ്പോഴും അടഞ്ഞു പോകാറുണ്ട്. ഇത് മാത്രമല്ല, ശക്തമായിട്ട് മൂക്ക് ചീറ്റുമ്പോൾ മൂക്കിൽ നിന്ന് കൂടുതലായിട്ട് ഇൻഫെക്ഷൻ ചെവിയിലെത്താനൊക്കെ ഇതാണ് പ്രധാനപ്പെട്ട കാരണം. അതോടൊപ്പം തന്നെ മൂക്കിൽ ദശയൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് മൂക്കടപ്പ് ഉണ്ടാവും. നമ്മൾ ഈ യൂസ്റ്റേക്കിയൻ ട്യൂബിൽ ഉണ്ടാകുന്ന എയർ ഫ്ലോ നന്നായിട്ട് കുറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അലർജി ഉള്ള ആളുകൾക്ക് റിക്കറന്റ് ആയിട്ടുള്ള സൈനസൈറ്റിസ് വരാറുണ്ട്. ഈ സൈനസ് കൂടുതലായിട്ട് ഇൻഫെക്റ്റഡ് ആകുമ്പോൾ ആ ഒരു പ്രഷറും അതുപോലെ തന്നെ ഇൻഫെക്ഷൻസ് ഒക്കെ കൂടുതലായിട്ട് ചെവിയിലെത്തുന്നുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് നമുക്ക് ഈ ചെവിയിൽ ഒരു മൂളിച്ച അധികം ആളുകൾക്കും ഫീൽ ചെയ്യാറുണ്ട്. ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അലർജി പ്രോപ്പർ ആയിട്ട് ട്രീറ്റ് ചെയ്തത് കൺട്രോൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അലർജിയോടൊപ്പം തന്നെ ചെവി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമുള്ള ആളുകൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ആദ്യം തന്നെ നന്നായിട്ട് ആവി പിടിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നന്നായിട്ട് ഉപ്പിട്ട് വെള്ളം കൊണ്ട് ഗാർഗിൾ ചെയ്യാൻ ശ്രമിക്കുക. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ തൊണ്ടയും ചെവിയും അതുപോലെ മൂക്കൊക്കെ തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള ഈ യൂസ്റ്റേക്കിയൻ ട്യൂബ് നന്നായിട്ട് ഓപ്പൺ ആയി കിട്ടുന്നതാണ്. ഇതുവഴി തന്നെ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റുന്നതാണ്. അതോടൊപ്പം തന്നെ കിടക്കുന്ന സമയത്ത് തല നന്നായിട്ട് ഉയർത്തി വെച്ച് കിടക്കാൻ ശ്രമിക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആന്റി ഇൻഫ്ലമേറ്ററി ഫുഡുകൾ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. പ്രത്യേകിച്ച് ഇഞ്ചി, ഉള്ളി, വെളുത്തുള്ളി, മഞ്ഞളൊക്കെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. ഇതുവഴി തന്നെ നമ്മൾ ജനറൽ ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ നന്നായിട്ട് കുറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരം ബുദ്ധിമുട്ട് തുടർച്ചയായിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടർ കൺസൾട്ടേഷൻ എടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഇതുപോലെ ചെവിയിൽ എപ്പോഴും മൂളിച്ച കേൾക്കുന്നുണ്ടോ? എന്നാൽ താഴെ കമന്റ് ചെയ്യൂ.